കേരളത്തിന് അഭിമാനമായി ചുനക്കര സ്വദേശി ദിവോദാസിന്റെ നേതൃത്വത്തിൽ തമിഴ്നാടിന്റെ ആയോധന കലയായ അടിമുറയിലും കേരളം ഒന്നാമത്. അവരുടെ വിശേഷങ്ങളിലേക്ക്. ആക്രമിക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കും. അവരെന്തുദ്ദേശത്തിലാണ് വരുന്നത്, മാല പറിക്കാനാണ് എന്തുദ്ദേശത്തിലാണ് വരുന്നത്, അവരെ ശ്രദ്ധിച്ചിട്ട് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ ആ നോട്ടവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. അപ്പം അറ്റാക്ക് ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഉള്ള ധൈര്യമാണ്. മാസ്റ്റർ നല്ല ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നല്ലപോലെ തരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ധൈര്യമാണ്. ഞാൻ അടിമുറ ചാമ്പ്യൻഷിപ്പിന് ചുവടിന് സിൽവർ കിട്ടി, ഫൈറ്റിനും സിൽവർ കിട്ടി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ നിഞ്ച എന്ന സ്ഥാപനം പരിചയപ്പെടുത്തി തന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഈ അടിമുറൈ ചാമ്പ്യൻഷിപ്പിൽ ഞാനും പങ്കെടുത്തിരുന്നു. എനിക്കും മെഡൽ കിട്ടി. നമസ്കാരം, എൻ്റെ പേര് ദിവോദാസ്. ഞാൻ നിഞ്ച മിക്സഡ് മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് അക്കാഡമി ഇന്ത്യയുടെ ഹെഡ് കോച്ചും ഫൗണ്ടറുമാണ്. ഞാൻ നിഞ്ച സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയും നിഞ്ച അസോസിയേഷൻ ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയും നിഞ്ചസ്റ്റോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നിഞ്ച മിക്സഡ് മാർഷൽ ആർട്സ് ആൻഡ് ഫിറ്റ്നസ് അക്കാഡമി കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. 2008 കാലഘട്ടത്തിലാണ് നമ്മൾ നിഞ്ച എന്ന് പറയുന്ന അക്കാഡമിയിലേക്ക്, അല്ലെങ്കിൽ നിഞ്ച എന്ന് പറയുന്ന ആയോധന കലയിലേക്ക് വരുന്നത്. തുടർന്ന് നമ്മൾ നിഞ്ച, കളരിപ്പയറ്റ്, അടിമുറൈ, കിക്ക് ബോക്സിംഗ്, മോത്തായ്, സിലാട്ട്, ഖാലി, MMA, സമുറായ്, ജീറ്റ് കൊണ്ടോ, റെസ്ലിംഗ്, തൈക്കൊണ്ടോ അങ്ങനെ നിരവധി ആയോധനകൾ പരിശീലിക്കുകയും അത് ക്രോഡീകരിച്ച് ഒരു പുതിയൊരു സിലബസ് എന്ന നിലയിലേക്ക് നമ്മളിവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മത്സരത്തിനിറങ്ങിയ കുട്ടികൾ ഇവിടെയുണ്ട്. നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നത് കുറത്തിയാടാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച്. കൂടാതെ നമുക്ക് എറണാകുളം ജില്ലയിൽ നമുക്ക് ക്ലാസ്സുണ്ട്, പാലക്കാട് ജില്ലയിൽ നമുക്ക് ക്ലാസ്സുണ്ട്, ചുനക്കര ആലപ്പുഴ ജില്ലയിൽ ചുനക്കരയിലുണ്ട്, പിന്നെ കൊയ്പ്പള്ളിക്കാരായ്മ. നിഞ്ച എന്ന് പറയുന്നത് ജപ്പാനിൽ രൂപം കൊണ്ടൊരു ആയോധന കലയാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് അത് സർവൈവലിന് വേണ്ടി തുടങ്ങിയാണ്. പിന്നീടാണ് അതൊരു ആർട്ടായിട്ട് മാറിയത്. പിന്നീട് ജപ്പാൻ്റെ ഭരണകാലത്ത് അത് ബാൻ ചെയ്യുകയും പിന്നീട് അത് ചൈനയിലേക്ക് കുടിയേറുകയും ഷിനോബികൾ എന്ന വിളിപ്പേരിൽ അവർ പിന്നീട് അറിയപ്പെടുകയും ചെയ്തതാണ്. ഇന്ന് ലോകമെമ്പാടും നിഞ്ച എന്ന് പറയുന്നത് നിഞ്ചസ്റ്റോ എന്ന തരത്തിലും നിഞ്ചയിലും നമ്മൾ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചീഫ് വികാസ് സാന്തുവാണ്. അതുപോലെ തന്നെ വേൾഡിൻ്റെ ചീഫ് മുഗൾ എബ്രോയ് എന്ന് പറയുന്ന മാസ്റ്ററാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. നിലവിൽ അക്കാഡമിയിൽ 5 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവർ പരിശീലിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിന് വെളിയിൽ ചെന്നൈയിലും ബാംഗ്ലൂരും നമുക്കിപ്പോൾ നിലവിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ, കഴിഞ്ഞ വർഷം നമ്മൾ പോണ്ടിച്ചേരിയിൽ വെച്ച് ഇൻ്റർനാഷണൽ മാർഷൽ ആർട്സ് ഗെയിംസിൽ നമ്മുടെ 6 കുട്ടികൾ ഇറങ്ങി അവർക്ക് മെഡലുകൾ സ്വീകരിച്ചു. അത് നിഞ്ചയിലാണ്, ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. കൂടാതെ അടിമുറയിൽ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ 8ാമത് അടിമുറ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് റണ്ണേഴ്സപ്പായി നമ്മൾ 35 കുട്ടികളാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അതിലെ 35 പേർക്ക് മെഡൽ കിട്ടി. അങ്ങനെ നമ്മൾ ഒന്നാം റണ്ണേഴ്സപ്പായിട്ട് മാറുകയായിരുന്നു. എൻ്റെ പേര് സുഷമ. എനിക്ക് 56 വയസ്സുണ്ട്. എൻ്റെ വീട് കുറത്തിയാട്ടാണ്. ഞാനിപ്പോൾ 9 മാസം കൊണ്ട് ഈ നിഞ്ച പഠിക്കാൻ വരുന്നുണ്ട്. എൻ്റെ കൊച്ചുമക്കൾ വരെ ഇവിടെ വരുന്നുണ്ട്. പഠിക്കാൻ കാരണം എൻ്റെ മകൻ തന്നെയാണ്. എനിക്ക് ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 1 വർഷം ഇപ്പോൾ ആകുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് എൻ്റെ മകന് ഇങ്ങനൊരു സ്ഥാപനത്തെ പറ്റി പറയുന്നതും എന്നെ എൻ്റെ മകളെ ഇവിടെ അഡ്മിഷൻ എടുത്തതുമല്ല. ഇപ്പോൾ 9 മാസത്തോളം ആകുന്നു ഞാനിവിടെ വന്നിട്ട്. ഒരുപാട് ആശ്വാസമുണ്ട്. പൂർണ്ണമായിട്ടും മാറിയെന്ന് പറയാനില്ല, എന്നാലും മുക്കാലും ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ടുണ്ട്. ക്ലാസ് നല്ലതായിട്ട് പോകുന്നു. ഞങ്ങളുടെ മാഷിൻ്റെ കൃത്യനിഷ്ഠയും ചിട്ടയായിട്ടുള്ള പരിശീലനവും എല്ലാം ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. ഞങ്ങൾ നാഷണൽസിൽ പങ്കെടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കും മെഡൽ കിട്ടി. സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങൾ. എൻ്റെ പേര് വസന്ത. കുറച്ചായിട്ടൊന്ന് വരുന്നു. വയസ്സ് 60. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ ഇവിടെ 3 പേരുണ്ട്. അവരെ 3 പേരെ ഇവിടെ കൊണ്ട് അഡ്മിഷൻ എടുത്ത് അങ്ങനെ ചെയ്യാൻ വന്ന് ഇവിടെ ഇരുന്ന് എനിക്കും അങ്ങ് ഇഷ്ടം തോന്നി. ഞാനിതിന് കയറി. ആക്രമിക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ അവരെ ഇങ്ങനെ ശ്രദ്ധിക്കും. അവരെന്തുദ്ദേശത്തിലാണ് വരുന്നത്, മാല പറിക്കാനാണ് എന്തുദ്ദേശത്തിലാണ് വരുന്നത്, അവരെ ശ്രദ്ധിച്ചിട്ട് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അവരുടെ ആ നോട്ടവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. അപ്പം അറ്റാക്ക് ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഉള്ള ധൈര്യമാണ്. മാസ്റ്റർ നല്ല ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നല്ലപോലെ തരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ധൈര്യമാണ്. ഞാൻ വീടിന് വെളിയിൽ അങ്ങനെ ഇറങ്ങാത്ത ആളാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടുകാര്യങ്ങൾ മാത്രം, ഹൗസ് വൈഫാണ്, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന ഒരാളാണ്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് മാസ്റ്ററുടെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഒത്തിരി കേട്ട്
അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല ധൈര്യമുണ്ട് ഇപ്പം. എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു ധൈര്യമുണ്ട് ഇപ്പം. ആരെന്ത് പറഞ്ഞാലും കൊടുക്കേണ്ടടുത്ത് മറുപടിയും കൊടുക്കും. മറ്റത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വേൾഡ് മാർഷൽ ആർട്സ് മാസ്റ്റേഴ്സിൻ്റെ യൂണിയനിലുള്ള വേൾഡ് മാർഷൽ ആർട്സ് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നമ്മൾ 9 കുട്ടികൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. എല്ലാവർക്കും മെഡൽ കിട്ടിയിരുന്നു. അതാദ്യമായാണ് ഇന്ത്യയിൽ നിന്ന് നിഞ്ചയ്ക്ക് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു മത്സരത്തിന് കുട്ടികൾ പോകുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷം 7ാമത് ദേശീയ അടിമുറൈ ചാമ്പ്യൻഷിപ്പിൽ കേരള റണ്ണേഴ്സപ്പായി. ഈ പ്രാവശ്യവും നമ്മൾ 35 കുട്ടികൾ ഇറങ്ങി. ആ 35 കുട്ടികൾക്ക് മെഡൽ നേടി നമ്മൾ വീണ്ടും റണ്ണേഴ്സപ്പായിരിക്കുകയാണ്. എൻ്റെ പേര് ആരാധ്യ. ഞാൻ 1 വർഷമായി ഇവിടെ വന്നിട്ട്. എനിക്ക് 8 വയസ്സുണ്ട്. എൻ്റെ കൂടെ അമ്മൂമ്മയും ചേട്ടനും അനിയത്തി ഞാനും ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ അടിമുറ ചാമ്പ്യൻഷിപ്പിന് ചുവടിന് സിൽവർ കിട്ടി, ഫൈറ്റിനും സിൽവർ കിട്ടി. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ ഇവിടെ കോർത്തിയായിട്ട് തന്നെയാണ്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. ഞാൻ 2 നാഷണൽസിനും 1 ഇൻ്റർനാഷണലും കളിച്ചു. ഭയങ്കര മോട്ടിവേറ്റാണ്, നല്ല ക്ലാസ്സാണ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഞാൻ കാണാത്ത സ്ഥലമൊക്കെ കാണാൻ തുടങ്ങി. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു. ഭയങ്കര പുറമോട്ടായിരുന്ന സാധനങ്ങളിൽ നിന്നെല്ലാം എനിക്ക് സ്റ്റേജ് ഒക്കെ കയറാൻ ഭയങ്കര പേടിയായി. ഇവിടെ വന്നേ പിന്നെ അതെല്ലാം മാറാൻ തുടങ്ങി. ഞാൻ മൊത്തം ചേഞ്ചായി തുടങ്ങി. എൻ്റെ പേര് അനുശ്രീ. ഞാൻ 5 മാസമായി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നേരത്തെ 2 വർഷത്തോളം കളരി പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം വേറെ കുറേ ആർട്ട് ഫോംസ് പഠിക്കാൻ പറ്റി. കുറേ ഓപ്പർച്യൂണിറ്റീസ്, ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ഇപ്പം നടന്ന അടിമുറ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പറ്റി. നല്ല പരിശീലനമാണ്. എല്ലാവരും നല്ലോണമാണ് നോക്കുന്നത്. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാനൊരു മോണ്ടിസറി ടീച്ചറാണ്. ബാംബിനോ ഇൻ്റർനാഷണൽ മോണ്ടിസറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷമാവുന്നു. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ നിഞ്ച എന്ന സ്ഥാപനം പരിചയപ്പെടുത്തി തന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഈ അടിമുറൈ ചാമ്പ്യൻഷിപ്പിൽ ഞാനും പങ്കെടുത്തിരുന്നു. എനിക്കും മെഡൽ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. മാസ്റ്ററാണേലും നമുക്ക് ആവശ്യമായ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നൽകിയാണ് നമ്മളെല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്നത്.